സേവാഭാരതി സുകൃതം സംഗമം കൊച്ചിയിൽ നടന്നു. സേവാഭാരതി യൂണിറ്റുകളിലെ പാലിയേറ്റീവ് കെയർ സെന്ററുകളുടെയും വയോജന സാന്ത്വന പരിപാലന കേന്ദ്രങ്ങളിലെയും പ്രവർത്തക സംഗമവും ട്രെയിനിംഗ് പ്രോഗ്രാമുമാണ് നടന്നത്. മുൻ DGP ഡോക്ടർ ജേക്കബ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. 1000-ലധികം പാലിയേറ്റീവ് സന്നദ്ധ പ്രവർത്തകരെ ഒരേ വേദിയിൽ അണിനിരത്തിക്കൊണ്ടാണ് ദേശീയ സേവാഭാരതി കേരളം സംസ്ഥാനതല സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചത്. എറണാകുളം എളമക്കര ഭാസ്കരേയം കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഗമം റിട്ടയർഡ് DGP ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രായമായവരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് സാമ്പത്തിക സ്വാതന്ത്ര്യമെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം പ്രായമായവർക്ക് സേവനങ്ങൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് പ്രായമായവർക്ക് അവർക്ക് കുറേ കാലം കൂടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് ജീവിക്കാൻ അവർക്കുള്ള സാഹചര്യമുണ്ടോ, അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ നടക്കുമെന്നുള്ളത്. ഇപ്പോൾ WHO ആക്റ്റീവ് ഏജിങ് എന്നുള്ള ഒരു സംഭവത്തെ പറ്റി പ്രചരിപ്പിക്കുന്ന അതിൻ്റെ ഒരു ഡെക്കേഡായിട്ടൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണിത്. ദേശീയ സേവാഭാരതി കേരളം അധ്യക്ഷൻ ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ ശ്രീറാം ശങ്കർ സേവാഭാരതി പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. സേവാഭാരതി ഫൗണ്ടേഷൻ ഡയറക്ടർ CS മോഹനെ ചടങ്ങിൽ ആദരിച്ചു. സേവാഭാരതി സുഹൃത്തും സ്വാന്തന പരിചരണ പദ്ധതിക്കുള്ള 110 വാഹനങ്ങൾ CS മോഹനാണ് നൽകിയത്. സുവനീർ പ്രകാശനവും ചടങ്ങിൽ നടന്നു. അമൃത ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ KS രാജശ്രീ, RSS ക്ഷേത്രീയ സേവാ പ്രമുഖ് PN രവികുമാർ, സീമാ ജാഗരൺ മഞ്ച് രക്ഷാധികാരി A ഗോപാലകൃഷ്ണൻ, സുഹൃത്തും സ്വാന്തന പരിചരണ പദ്ധതി ഡയറക്ടർ ജോസ് പുളിമൂട്ടിൽ, ദേശീയ സേവാഭാരതി കേരളം സെക്രട്ടറി M രാജീവൻ, സീതാശങ്കർ എന്നിവർ പങ്കെടുത്തു. വിവിധ സെഷനുകളിലായി ക്ലാസുകൾ നടന്നു. ദേശീയ സേവാഭാരതി കേരളം നടപ്പിലാക്കുന്ന സുഹൃതം സ്വാന്തന വയോജന പരിപാലന പദ്ധതിയുടെ ഭാഗമായി വയോജന സുരക്ഷാ സഹായ ശൃംഖലയായി വിളിക്കാനൊരു നമ്പർ അടക്കം ഒരുക്കുന്നുണ്ട്. ജനം, കൊച്ചി.